ഹലോ ഗുഡ് മോർണിംഗ്. 16 നവംബർ മലയാള മനോരമ പത്രമായിട്ട് വന്നിരിക്കുന്ന ഇന്നലെ തെളിഞ്ഞ ആകാശമാണ്. എല്ലാ കാര്യങ്ങളും ഇന്നത്തത് വളരെ തെളിഞ്ഞതായിരിക്കട്ടെ. നല്ല കല്യാണമൊക്കെ ഉള്ളവരുണ്ടാവുമല്ലോ അല്ലേ? അപ്പം മലയാള മനോരമ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് ഇന്ന് സപ്ലിമെൻ്ററി മലയാള പത്രം കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ട് വാർത്തയും സപ്ലിമെൻ്ററി വോട്ടർ പട്ടികയിൽ നിന്നും നമ്മുടെ വൈഷ്ണ സുരേഷിനെ പുറത്താക്കിയ ഒരു വാർത്തയോടുകൂടിയാണ് മലയാള മനോരമ പത്രം വരുന്നത്. വെട്ടാൻ പട്ടിക, പരാതിയിൽ തിരുവനന്തപുരത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി പുറത്ത് എന്നുള്ളത് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ് ആയിരുന്നു വൈഷ്ണ സുരേഷ്. വളരെ എനർജറ്റിക്കും സംസാരിക്കാൻ സാമർഥ്യവും അതുപോലെ കാര്യങ്ങൾ പഠിച്ച് സംസാരിക്കാൻ കഴിവുള്ളൊരു കുട്ടിയുടെ ആയിരുന്നു. അപ്പോൾ എന്തായാലും കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് എന്നൊരു വാർത്തയുണ്ട്. അതിനോടൊപ്പം തന്നെ കശ്മീർ സ്ഫോടനം, 9 മരണം, ചെങ്കോട്ട സ്ഫോടനം, 2 ഡോക്ടർമാർ കൂടി അറസ്റ്റ്, ബംഗാളിൽ നിന്ന് MBBS വിദ്യാർത്ഥി അറസ്റ്റ് എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നു. അതുപോലെ തന്നെ ഇന്നലെ കശ്മീരിൽ ഒരു സ്ഫോടനം നടന്നു, അതിലും ഏകദേശം 9ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തകൾ വരുന്നു. എല്ലാവരും സുഖം പ്രാപിക്കട്ടെ. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് ഇത്രയും അധികം സ്ഫോടനങ്ങൾ നിരന്തരമായി ഉണ്ടാകുന്നത് എന്നുള്ളത് വേദനിപ്പിക്കുന്നൊരു ചോദ്യമായി നമ്മുടെ മുമ്പിൽ ഇപ്പോഴും അവസാനിക്കുന്നു. അതുപോലെ ശബരിമല നട ഇന്ന് തുറക്കും. ബീഹാർ മുഖ്യമന്ത്രി MLA മാരുടെ യോഗം നാളെ എന്നൊരു വാർത്ത ഇവിടെ ഉണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ വലിയ സംഭവ വികാസങ്ങൾ, നേപ്പാളിൽ നടന്നതുപോലെയുള്ള ജൻസി പ്രക്ഷോഭങ്ങൾ ബീഹാറിൽ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു സൂചന കൂടി കാണുന്നുണ്ട്. ചിലപ്പോൾ ഒരു രാഷ്ട്രീയ പ്രക്ഷോഭത്തിനോ ആഭ്യന്തര കലഹത്തിനോ ഒക്കെ സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ ഉണ്ട്. അതുപോലെ സീറ്റ് നിഷേധിച്ചു RS നേതാവ് ജീവനൊടുക്കി എന്നൊരു വാർത്ത കൂടിയുണ്ട്. BJP RSS നേതാക്കൾക്ക് മണ്ണ് മാഫിയ ബന്ധമെന്നത് ആത്മഹത്യക്കുറിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാർത്ത കൂടിയുണ്ട്. അത് വളരെ സാഡായിട്ടുള്ളൊരു സംഭവമാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ ഒരു സംഭവമാണ് BJPയിൽ ഇതേപോലൊരു ആത്മഹത്യ ഉണ്ടാകുന്നത്. രണ്ടാമത്തെ പേജിൽ വരുമ്പോഴേക്കും SIR അവബോധമായി ഹവ്വ ബീച്ചിൽ മണൽ ശില്പം. അത് മണലിലാണോ ശില്പങ്ങൾ ഉണ്ടാക്കി അവബോധം നടത്തേണ്ടത്? ഇവിടെ പലരുടെയും വോട്ടർ പട്ടികയിൽ പേര് പോലും ഇല്ല. അപ്പോഴാണ് പോലെ കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ മത്സര ചിത്രം കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ മണ്ഡലത്തിൽ ആരൊക്കെ എങ്ങനെയെന്നുള്ളത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അടുത്ത പേജിൽ വരുമ്പോഴേക്കും ആനന്ദ് K തമ്പിയുടെ മരണം, നടുക്കത്തിൽ നാട്. നേതാവെന്ന നിലയിലും സംരംഭകൻ എന്ന നിലയിലും സുപരിചിതനായ ആനന്ദിൻ്റെ അപ്രതീക്ഷിത മരണം നാട്ടിൽ ഞെട്ടലായി എന്ന വാർത്ത. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറിപ്പോട്, അദ്ദേഹത്തിൻ്റെ കുറിപ്പോടുകൂടി എഴുതിയിട്ടുണ്ട്. 1ഉം 2ഉം റാങ്ക് വീട്ടിലെത്തിച്ച് ഇരട്ട സഹോദരിമാർ. കേരള സർവകലാശാല സംസ്കൃത സ്പെഷ്യൽ ജ്യോതിഷം MA പരീക്ഷയിൽ 1ഉം 2ഉം റാങ്കുകൾ ഇരട്ട സഹോദരിമാർക്കെന്നൊരു വാർത്തയുണ്ട്. വളരെ അപ്രിഷിയേറ്റബിൾ ആയിട്ടുള്ളൊരു വാർത്തയാണ്. GST ബില്ലുകൾ ഹാജരാക്കിയതോടെ സ്വർണം തിരികെ നൽകി. അതായത് ജ്വല്ലറിക്ക് ട്രെയിൻ മാർഗം കൊണ്ടുവന്ന 3.5 കോടി രൂപയോളം വില വരുന്ന സ്വർണം റെയിൽവേ പോലീസ് പിടികൂടി എന്ന വാർത്തയിലാണ് ഒരു നടപടി അങ്ങനെ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ മനുഷ്യബന്ധം ദൃഢമാക്കണം, ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്. വിള്ളലുകൾ വലുതാകുന്നതിന് മുമ്പ് രമ്യമായി പരിഹരിച്ച് മനുഷ്യബന്ധങ്ങൾ ദൃഢമാക്കണം എന്ന് വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു വാർത്ത കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ നഗരസഭാ സ്ഥാനാർത്ഥി നിർണയം നാളെ നീള ചർച്ചകൾ സജീവമാക്കി മുന്നണി. ആറ്റിങ്ങൽ നഗരസഭ RSP ഇടഞ്ഞിരിക്കുകയാണെന്നുള്ള വാർത്ത കൂടെയുണ്ട്. അതുപോലെ തിരഞ്ഞെടുപ്പ് കുടുംബകാര്യം എന്ന് പറഞ്ഞൊരു ചെറിയൊരു കോളം, രസകരമായിട്ടൊരു കോളം കൊടുത്തിട്ടുണ്ട്. ആറ്റിങ്ങൽ നഗരസഭയിലേക്ക് BJP സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ദീപ രാജേഷും ഭർത്താവ് രാജേഷും മാധവനും CS ജീവൻലാലും ഭാര്യ ദീപ്തി ജീവൻലാലും, വേറൊരു പടം കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അംഗത്തിന് ഭർത്താവും, സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക വെല്ലുവിളി എന്നൊരു വാർത്ത ഇവിടെ ഉണ്ട്. കൂടുതൽ ഇലക്ഷൻ വാർത്തകളാണ് ഏറ്റവും കൂടുതലുള്ളത്. കാരണം ഇനിയിപ്പോൾ അങ്ങോട്ട് കൊടുമ്പിരി കൊണ്ട ക്യാമ്പയിനുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും, വാഗ്ദാനങ്ങളുടെ പെരുമഴയായിരിക്കും. ഇനി നിങ്ങളുടെ മെമ്പറെയൊക്കെ നേരിട്ട് വീട്ടുപടിക്കൽ നിരന്തരമായി കാണാനും നല്ല സൗഹൃദങ്ങളും സ്ഥാപിക്കാനൊക്കെ പറ്റിയൊരു സമയം കൂടിയാണ്. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപടി ഫോമിലായെന്ന് കാട്ടിക്കൂട്ടാൻ സമ്മർദ്ദം. അതായത് അറിയാമല്ലോ, ഇലക്ഷൻ കമ്മീഷൻ്റെ പരിപാടികളാണ്. അതായത് കാര്യങ്ങളെല്ലാം വെടിപ്പാണെന്ന് തോന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കരട് വിത്ത് ബില്ലിനെതിരെ വിമർശനം. വില നിയന്ത്രണമില്ല, നഷ്ടപരിഹാരമില്ല, തോട്ടവിളകൾ ഉൾപ്പെടുന്ന പ്ലാന്റ് നഴ്സറികൾക്ക് നിയന്ത്രണം. റബ്ബർ കർഷകരെയും ചെറുകിട വിത്ത് ഉൽപ്പാദകരെയും ഇത് ദോഷകരമായി ബാധിക്കും എന്നൊരു വാർത്ത കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നഴ്സറികൾക്ക് നിയന്ത്രണം. ബില്ല് നിയമമായി 1 വർഷത്തിനുള്ളിൽ എല്ലാ പ്ലാന്റ് നഴ്സറികളും സംസ്ഥാന സർക്കാർ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളൊരു വാർത്ത കൂടെയുണ്ട്. കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാർത്തയാണ്. വീട്ടിലൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് ഇത് ഡീറ്റെയിലായി ഒന്ന് അന്വേഷിക്കേണ്ട കാര്യം കൂടി ഇതിനകത്തുണ്ട്. SIR എന്യൂമറേഷൻ ഫോം ഓൺലൈനായി പൂരിപ്പിക്കാം. voters.eci.gov.in എന്നൊരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് SIR നമുക്ക് തന്നെ മറ്റൊരാളുടെയും സഹായമില്ലാതെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംഭവം കൂടി ഇതിനകത്തുണ്ട്. പ്രവാസികൾക്ക് ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. 0471255165 എന്നത് ഹെൽപ്പ് ലൈൻ നമ്പറാണ്. പ്രത്യേക ആരോഗ്യ നിധിയുമായി ലോക കാലാവസ്ഥാ ഉച്ചകോടി. കാലാവസ്ഥയുടെ കാര്യമൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. പാലത്തായി പോക്സോ കേസ് പീഡനം, പ്രതിക്ക് ജീവിതാന്ത്യം വരെ തടവ്. ശിക്ഷിക്കപ്പെട്ടത് BJP നേതാവും
അധ്യാപകനുമായ കെ പത്മരാജൻ. വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളൊരു വാർത്തയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ ഇന്നും പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇതൊരു വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കൂടുതൽ സുരക്ഷയ്ക്ക് സാധ്യത നൽകുന്നൊരു വിധി കൂടിയാണത്. എന്തായാലും അതൊരു വേദനിപ്പിക്കുന്നൊരു സംഭവമായി. എന്തായാലും ആ കുട്ടിക്ക് അവരുടെ മാനസികാവസ്ഥ വീണ്ടെടുക്കാൻ കഴിയട്ടെ. സ്വർണ്ണക്കൊള്ള ഇനി ഉണ്ടാകില്ലെന്ന് കെ ജയകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതലയേറ്റു. ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ സർക്കാരിൻ്റെ തർക്കമൊന്നുമില്ല. വ്യാജരേഖ ചുമക്കൽ തട്ടിപ്പ്, അൽഫലാദിനെതിരെ കേസ് എന്നൊരു വാർത്തയുണ്ട്. അതുപോലെ രേഖകളെല്ലാം കയ്യിലുണ്ട്, മറിമായം വീട്ടു നമ്പറിലാണെന്ന് പറഞ്ഞിട്ട് വൈഷ്ണയുടെ വാർത്ത വീണ്ടും ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. മുൻ കേന്ദ്രമന്ത്രി ആർ കെ സിംഗ് BJP വിട്ടു. അത് ശരി, അങ്ങനെ സംഭവങ്ങളുണ്ടല്ലോ. രാഷ്ട്രീയവും കുടുംബവും വിട്ട് ലാലുവിൻ്റെ മകൾ തേജസ്വിയുടെ ഉപദേഷ്ടാവും രാജ്യസഭാംഗവുമായ സഞ്ജയ് യാദവിനെതിരെ പരാമർശമുണ്ട് എന്നൊരു വാർത്തയുണ്ട് ഇവിടെ. അതുപോലെ BJP പ്രതിസന്ധിയിലാക്കി വീണ്ടും ആത്മഹത്യ, അതുപോലെ വാർത്തകളുണ്ട്. അത് മാത്രമല്ല, മമതാ ദീദിയുടെ വാർത്ത കൊടുത്തിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, സർക്കാരിന് വേണ്ടിയുള്ളതല്ല എന്നതാണ് മമതാ ദീദിയുടെ ഒരു വാർത്ത അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ബീഹാർ ഫലതെരഞ്ഞെടുപ്പ് കുറിച്ച് കോൺഗ്രസിൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. ദുരൂഹവും അസ്വാഭാവികമാണെന്നാണ് കോൺഗ്രസിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നത് കേട്ടോ. അത് കോമൺ സെൻസ് ഉള്ള എല്ലാവരെയും അലട്ടുന്നൊരു ചോദ്യമാണത്, തീർച്ചയായും. എന്തായാലും സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നമുക്കതിനെ ക്ലാരിഫൈ ചെയ്യാൻ പറ്റട്ടെ. അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ മാറ്റൽ റിപ്പോർട്ട് വേണമെന്ന് ഹൈക്കോടതി. എന്താണ് സംഭവം? ശബരിമല കാനനപാത കടത്തിവിടാവുന്ന തീർത്ഥാടകരുടെ എണ്ണം പ്രസിദ്ധീകരിക്കണമെന്ന് ഹൈക്കോടതി. അതൊരു സുരക്ഷയുടെ ഭാഗമായിട്ടുള്ളൊരു വാർത്ത കൂടിയാണ്. ട്രെയിനിൽ നിന്ന് യുവതിയെ തള്ളിയിട്ട സംഭവം പ്രതിയെ കോട്ടയത്ത് തെളിവെടുപ്പിന് എത്തിച്ചു. അയ്യോ, ഈ ട്രെയിനിൽ ഞാൻ കയറേണ്ടിരുന്ന ട്രെയിനായിരുന്നു കേട്ടോ. ജസ്റ്റ് മിസ്സിലാണ് അടുത്ത ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടി വന്നത്. SIR സഹകരിച്ച് നേരിടാൻ CPM തീരുമാനം. അവർക്ക് പ്രത്യേകിച്ച് പരാതികളൊന്നുമില്ല കേട്ടോ. അവരെല്ലാവരുമായിട്ട് എല്ലാ കാര്യങ്ങളായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ തീരുമാനിച്ചൊരു പാർട്ടിയായിട്ട് മാറിയിരിക്കുകയാണ്. അവർക്ക് വോട്ടർ പട്ടികയിൽ പരാതിയില്ല, വോട്ട് ചോരിയിൽ പരാതിയില്ല, ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു നടപടികളിൽ ഒരു പരാതിയില്ലാത്തൊരു പാർട്ടിയായി CPM മാറിയിരിക്കുകയാണ്. ശാസ്ത്രത്തെ ലളിതമായി അവതരിപ്പിച്ച ചിന്തകനായിരുന്നു VK ദാമോദരൻ. VK ദാമോദരൻ്റെ അന്ത്യമുണ്ടായിരിക്കുകയാണ്. നമ്മുടെ ഊർജ്ജ ശാസ്ത്രജ്ഞനായിരുന്നു ഇന്ത്യയുടെ. അതുപോലെ ഗാസയുടെ പേരുകൾ ഇന്ന് സമാപിക്കും. പലസ്തീൻ ഐക്യദാർഢ്യമായി കേരളത്തിലാകെ സംഘടിപ്പിച്ച ഗാസയുടെ പേരുകൾ ഇന്ന് വൈകിട്ട് 3:30 മാനവീയ വീതിയിൽ സമാപിക്കും എന്നൊരു വാർത്ത കൂടിയുണ്ട്. അതുപോലെ ട്രെയിനിൽ നിന്ന് കവർന്ന 50 ലക്ഷത്തിൻ്റെ ആഭരണം കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് കള്ളന്മാരെ മോഷ്ടാക്കളെ പിടിച്ചൊരു വാർത്ത കൂടി കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് പേജായ സ്പോർട്സ് പേജിലേക്ക് വരുമ്പോഴേക്കും വണക്കം സഞ്ജു എന്നുള്ളൊരു വലിയൊരു കോളത്തിൽ സഞ്ജു സാംസണ് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. ചിയേഴ്സ്, സ്പിൻ പിച്ചിൽ ഇന്ത്യ മിന്നുന്നു, ജഡേജ തകർത്തടുക്കിയിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ലോകകപ്പിൽ അർജുൻ ക്വാർട്ടറിലാണെന്നുള്ളൊരു വാർത്ത കൂടിയുണ്ട്. നമ്മൾ ചെസ്സിൽ നമ്മൾ ഇന്ത്യക്കാർ പുലിയാണ് കേട്ടോ. ഇന്ത്യ A വേഴ്സസ് പാകിസ്ഥാൻ A മത്സരം നടക്കുന്നുണ്ട്. അങ്ങനെ അങ്കോളയിലും മെസ്സി ഗോൾ നേടിയിരിക്കുകയാണ്. ക്രൊയേഷ്യ കമ്മിങ് എന്നൊരു വാർത്തയുണ്ട്. 2026 ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടി ക്രൊയേഷ്യ. ഈ യോഗ്യതയ്ക്കരികെ ജർമ്മനിയും നെതർലാൻഡ്സും. പ്രതീക്ഷയോടെയാണ് ജർമ്മനി നെതർലാൻഡ്സും ഉള്ളത്. എന്തായാലും അടുത്ത വേൾഡ് കപ്പ് പൊളിക്കും എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ ജന്മപുണ്യം പൂങ്കാവനം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വാർത്ത സായിബാബയുമായി ബന്ധപ്പെട്ടത്. ശബരിമലയിലെ പ്രധാനപ്പെട്ട ഫോൺ നമ്പറെല്ലാം കൊടുത്തിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് കാനനപാത വഴി പുതിയ ഡെവലപ്മെൻറ്റ് പ്ലാൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളൊരു പേജ് കൂടിയുണ്ട്. ശരണം വിളിച്ച് സ്വാമിപാദം തേടി എന്നൊരു വാർത്തയാണ്. ഒരു വലിയൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കോളം ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത. അപ്പം വൈഷ്ണവ് സുരേഷിന് തിരിച്ച് വോട്ടർ പട്ടികയിൽ കയറി നല്ലൊരു സ്ഥാനാർത്ഥിയായി മാറാൻ കഴിയട്ടെ. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നൊരു നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു.